ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? ഇന്ന് ഞാൻ അശ്വതിച്ചും കൂടെ പോകുന്നത് പുരുഷവാക്കും ശരവണ സ്റ്റോറിലാണ് കേട്ടോ. അശ്വതിച്ച് നാളെ വീട്ടിൽ പോകണം. അപ്പൊ നമ്മൾ വീട്ടിൽ പോകുമ്പോൾ പൊതുവേ നമുക്കുള്ള ഒരു പരിപാടിയാണ് എന്തേലൊക്കെ വാങ്ങിക്കൊണ്ട് പോകാന്ന്. എല്ലാ സാധനങ്ങളും നമ്മൾ നാട്ടിൽ കിട്ടുന്നതിനായിരിക്കും. പക്ഷെ എന്നാലും ചെന്നൈയിൽ നിന്ന് വാങ്ങി പോകുമ്പോൾ ഒരു മിഠായിന്റെ കഷ്ണായാലും വീട്ടിൽ കൊടുക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടാവുന്ന സന്തോഷം ഉണ്ടല്ലോ, അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഹാപ്പി കേട്ടോ. പിന്നെ ഒന്നാമത് കൊച്ചുങ്ങളൊക്കെ ഉള്ളവരൊക്കെ എന്തെങ്കിലും കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങി കൊണ്ട് കൊടുക്കുമ്പോൾ അവരെ മുഖത്ത് വരുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകണന്നെ. ഇപ്പൊ ഞാനൊക്കെ അങ്ങനെയാ, കൊച്ചിന് എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങിക്കൊണ്ട് പോകുന്നത് അവരെ കയ്യിലെത്തുമ്പോ അതിന് വല്ലാത്തൊരു സന്തോഷം തോന്നും ട്ടോ. അങ്ങനെ ഞങ്ങള് നേരെ പുറപ്പെട്ടു. വൈകിട്ട് ഒരു 4:30 പോകുന്നത്. 4:30 ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട് ട്ടോ. വൈകിട്ടായോണ്ട് സ്കൂളും കോളേജും ഓഫീസും എല്ലാം വിട്ട ടൈം ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ട്രാഫിക്കും, പിന്നെ എല്ലായിടത്തും സിഗ്നലാ. അത് പിന്നെ പറയണ്ട ചെന്നൈയിൽ ട്ടോ. ഒരു 2:30 അങ്ങ് പോകുമ്പോഴേക്കും വീണ്ടും സിഗ്നല്. അപ്പൊ കുറെ നേരം സിഗ്നലൊക്കെ കിടന്നിട്ടോ. അപ്പൊ ഇവിടെ മെട്രോന്റെ പണി നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ട്ടോ. അപ്പൊ ഞങ്ങൾ നേരെ ഓട്ടോ വിളിച്ചിട്ട് നമ്മുടെ സ്വന്തം ചേട്ടന്റെ വണ്ടിയിൽ തന്നെയാണ് പോകുന്നത്. ഇവിടെയുള്ള ഒരു അണ്ണന്റെ വണ്ടി തന്നെയാണ് കേട്ടോ. അങ്ങനെ അണ്ണന്റെ വണ്ടി വിളിച്ച് നമ്മൾ നേരെ വിട്ടത് പുരുഷവാക്ക ശരവണ സ്റ്റോറിലാണ്. പിന്നെ ആരൊക്കെയോ പറഞ്ഞു ആടി സെയിൽ നടക്കുവാണ്, അപ്പൊ അത് നല്ല വിലക്കുറവുണ്ടാവുന്നു. പിന്നെ കേട്ടത് പാതി കേൾക്കാത്ത പാതി വെച്ച് അങ്ങനെ ഓടാൻ നിന്നിട്ടോ. പൊതുവേ ഞങ്ങൾ പോകാറ് ടി നഗറിലെ ശരവണനാണ്. ഇത്തവണ വിചാരിച്ചു നേരെ പുരുഷവാക്കം പോവാ, ഒരു എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വേണ്ടേ. അങ്ങനെ ഞങ്ങൾ നേരെ വിട്ടത് പുരുഷവാക്കത്തെ. അപ്പൊ ഗൈസ്, ഈ കാണുന്നത് ഗവൺമെന്റ് മ്യൂസിയം ആണ്. ഞാനിതിന് ഒരു 5-6 വർഷം മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്, ഞാനും ശ്രദ്ധിച്ചൊക്കെ. അങ്ങനെ കണ്ടിട്ടുള്ളതിന്റെ ഉള്ളിൽ ഇനിയിപ്പോ വല്ല മാറ്റങ്ങളുണ്ടോന്നും അറിയില്ല കേട്ടോ. അന്ന് ദിനോസറിന്റെ സ്കെൽട്ടണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെ. അടിപൊളിയായിരുന്നു കാണാനൊക്കെ കേട്ടോ. പിന്നെ സ്കൂൾ വിട്ടോണ്ട് തന്നെ ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം കുട്ടികളുണ്ട്. അവര് സൈക്കിൾമേലും ബൈക്കിലൊക്കെ ഇങ്ങ് പോവാണ്. പിന്നെ അതിന്റെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയി നമ്മൾ അങ്ങനെ പോവാണ്. ഏകദേശം അടുത്തെത്തി തുടങ്ങി ട്ടോ. ഈ പാലം കണ്ടാൽ അറിയാം പുരുഷവാക്ക ശരവണ സ്റ്റോർ എത്തിയത്. പാലത്തിന് നേരെ ഇപ്പുറത്ത് തന്നെയാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞു നമ്മൾ ശരവണ സ്റ്റോർ എത്തിയിട്ടുണ്ട്. എന്തേലൊക്കെ ഉണ്ടാവുമെന്ന് നോക്കാട്ടോ. ഏതായാലും വണ്ടി പൈസ മുതലാക്കണ്ടേ. ഏതായാലും ബസ് ഉണ്ടെങ്കിൽ നമുക്ക് പൈസ ഇല്ലാതെ നമുക്ക് വരാൻ പറ്റും. പക്ഷേ ഈ ഭാഗത്തേക്ക് ബസ്സിന്റെ നമ്പറും കാര്യങ്ങളൊന്നും അറിയില്ല ട്ടോ. എങ്ങനെ വരാന്നുള്ള അറിയില്ല. നമ്മൾ എപ്പോഴും ഓട്ടോ വിളിച്ചിട്ടാണ് വരാറ്. അങ്ങനെ ഇത്തവണ നമ്മൾ 200 രൂപ ആയിട്ട് ഓട്ടോക്കാരന് അത് ഭയങ്കര നഷ്ടമായിട്ട് തോന്നി. നമ്മൾ എന്തെങ്കിലും 10 രൂപ ലാഭത്തിനായിരിക്കും നമ്മൾ വന്നിട്ടുണ്ടായിരിക്കുക. പക്ഷെ ബസ്സിന് പോകണമെങ്കിൽ നല്ല ലാഭമായി തോന്നും. ഇത് ഈ ഓട്ടോ വിളിക്കുമ്പോൾ ഇവര് പറഞ്ഞ പൈസ കൊടുക്കണം കേട്ടോ. ആകെ ഊബറിൽ നോക്കിയപ്പോൾ 100-110 രൂപ കാണിച്ചത്. ഇപ്പൊ നമുക്ക് അറിയണ സ്വന്തം അണ്ണനായതുകൊണ്ട് തന്നെ പതിവില്ലാതെ 200 രൂപ നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടോ. അതിനുള്ള ഓട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അറിയണ ആളാകുമ്പോൾ നമുക്കൊന്നും പിശുക്കാനൊന്നും പറ്റത്തില്ലല്ലോ. പറഞ്ഞ പൈസ അങ്ങ് കൊടുക്കാന്നല്ലാതെ അതിൽ വേറെ നിവർത്തിയൊന്നുമില്ല ഗൈസ്. അങ്ങനെ പറഞ്ഞ പൈസയും കൊടുത്തോണ്ട് ഞങ്ങൾ നേരെ ഫ്രണ്ടിലോട്ട് പോന്നിട്ടോ. അപ്പൊ ഇവിടെ ഇങ്ങനെ അങ്ങനെ നമ്മൾ ഇവിടെ നോക്കിയപ്പോ ഇതെന്താ ഈ കവറിൽ കെട്ടി തൂക്കിക്കണത്. ഇതിന് മുന്നൊരു തവണ വന്നപ്പോ ഇങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ അതിനുള്ള ജീവനുള്ള എന്ത് സാധന ഓടി നടക്കട്ടോ. നോക്കിയപ്പോ മീനാണ് കേട്ടോ. ഒരു മീനിന് 90 രൂപ. അടിപൊളിയിട്ട് കാണാന്. ഫസ്റ്റ് ഞങ്ങൾ വിചാരിച്ച ജീവനില്ലാത്തത് കേട്ടോ. കുറെ എണ്ണം ചത്തെടുക്കും പോലെ, പക്ഷെ ഒക്കെ ജീവനുള്ള നല്ല ലൈഫ് ഫിഷ് കേട്ടോ. 90 രൂപയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ നോക്കി അത് വാങ്ങിയിട്ട് നമ്മൾ എവിടെ കൊണ്ടിടാനാ വെള്ളത്തില്. നാട്ടിലൊക്കെ ആണെങ്കിൽ ഓക്കെ, ഒന്നോ രണ്ടെണ്ണം വാങ്ങി അക്വേറിയത്തിലൊക്കെ ഇട്ട് സെറ്റ് ആക്കാം. ഇത് പിന്നെ ഇവിടുത്തെ മെയിൻ എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ് ആണ് ട്ടോ. ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഈ ശരവണയിലായാലും ഇവിടെ ആയാലും ഈ ചെന്നൈയിലെ ഒരുവിധ ഷോപ്പിലൊക്കെ വന്നു കഴിഞ്ഞാൽ മെയിൻ ആ എൻട്രൻസിന് വലിയൊരു ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ട്ടോ. ലൈറ്റിന് ഇതിനെന്താ പറയാന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. നമ്മളെ കണ്ണിൽ കാണുമ്പോൾ ലൈറ്റ് അത്രയും ഭംഗിയിൽ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അധികം സ്റ്റെപ്പ് ഒന്നും കയറി നടക്കാൻ വയ്യ. 3-ാമത്തെ 4-ാമത്തെ നിലയിലൊക്കെ ആയിരിക്കും നമ്മൾ ഉദ്ദേശിച്ച സാധനം ഉണ്ടാവുക. അത് നമുക്ക് നടക്കാനൊന്നും വയ്യാത്തത് നമ്മൾ നേരെ ലിഫ്റ്റ് അങ്ങ് കയറിട്ടോ. എന്താ പറയാ ഗൈസ്, പ്രായമായി തുടങ്ങിയില്ലേ, അതുകൊണ്ട് തന്നെ നടക്കാനൊന്നും വയ്യ ഗൈസ്. അങ്ങനെ ലിഫ്റ്റ് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ഇറങ്ങിയത് ആദ്യ കൂടി 2-3 ടീഷർട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ്. ടീഷർട്ട് നോക്കാൻ ചെന്നിറങ്ങിയപ്പോ ഒക്കെ ഇവിടുത്തെ അതേ ടൈപ്പ് കേട്ടോ. അണ്ണാച്ചി ടൈപ്പ് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഞാൻ പറഞ്ഞു ഇതിനേക്കാളും നല്ല നമുക്ക് മാക്സ് പോവുകയാണെങ്കിൽ 2-3 ഒക്കെ വാങ്ങായിരുന്നു ഇതേ പൈസക്ക്. ഈ റേറ്റ് തന്നെ ഉള്ളൂ ശരിക്കും മാക്സിൽ പോവാണ് വാങ്ങാണെങ്കിലും. അതിൻ്റെതായ ക്വാളിറ്റിയും കാണും. അങ്ങനെ ഇവിടെ വന്നപ്പോ ആടി സെയിൽ നോക്കിയപ്പോ എവിടെയൊക്കെ തൂക്കിയിട്ടുണ്ട്, ബോർഡും കാര്യങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മളെ കണ്ണിന് അത്ര പിടിക്കണില്ല കേട്ടോ. ഇവിടെ ഉള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും. നോർമലി നമുക്ക് അങ്ങനത്തെ ഇഷ്ടപ്പെടാത്തോണ്ടാണോ എന്താണെന്നറിയില്ല, കളറും കാര്യങ്ങളൊന്നും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ വന്ന പൈസ മുതലാക്കണ്ട വിചാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടന്ന് പലതും പരതി നോക്കി. പക്ഷേ ഒന്നും നമ്മളെ കണ്ണിലോട്ട് അങ്ങോട്ട് പിടിച്ചില്ല ഗൈസ്. പിന്നെ ഒന്ന് കണ്ടത് ഞാൻ ഈ പാന്റ് കേട്ടോ. ആ പാന്റിന്റെ വില അത്യാവശ്യം നല്ല വിലയുണ്ട്. 150-170 ഇങ്ങോട്ട് ആവശ്യമില്ലല്ലോ. അങ്ങനെ പിന്നെ നേരെ അവിടുന്ന് പോയിട്ട് ടോയ്സിന് അവിടെ പോയി നോക്കിട്ടോ. ആദ്യ കൂട്ടം കുറെ ആയിട്ട് പറഞ്ഞു ഒരു ബസ് വാങ്ങണമെന്ന്. അപ്പൊ അശ്വതേച്ചി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വീട്ടിൽ പോകുമ്പോ ഒരു ബസ്സും വാങ്ങി അങ്ങ് പോവാന്ന്. അങ്ങനെ ബസ് നോക്കാൻ വേണ്ടി കയറിയതില് ഞാൻ കുറെ കാറും ഇതൊക്കെ കണ്ടുട്ടോ. നല്ല ഭംഗിട്ടോ. ടോയ്സ് ഒക്കെ അടിപൊളി സെറ്റാണ്. അങ്ങനെ നമ്മൾ ടോയ്സിന്റെ സെക്ഷനിൽ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഏകദേശം ഒരു ബസ് ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കണ്ടോ നല്ല അടിപൊളി പാവട്ടോ. ഇതിനൊക്കെ
150-200 രൂപയൊക്കെയാണ് കാണിക്കണത്. പക്ഷേ ഇതൊക്കെ ഇപ്പോ നാട്ടിൽ പോകുമ്പോ വാങ്ങിയിട്ട് പോവാ. ഞാനിപ്പോ വന്നേ ഉള്ളൂ നാട്ടിൽ പോയിട്ട്. അതുകൊണ്ട് ഇപ്പൊ വാങ്ങുന്നില്ല. ഇനി നാട്ടിലോട്ട് പോകുമ്പോത്തിന് കൊച്ചിനൊക്കെ വാങ്ങാന്ന് വിചാരിച്ച് ഒക്കെ അവിടെ കണ്ടു വെച്ചോണ്ട് പോന്നു ട്ടോ. പിന്നെ ആദ്യക്കൂട്ടന് ഒരു ബസ്സും വാങ്ങി നമ്മൾ നേരെ അവിടുന്ന് പുറപ്പെട്ടു ഗൈസ്. ഇനി ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല. അങ്ങനെ പിന്നെ ഏതായാലും ആടി സെയിലല്ലേ, സാരി സെക്ഷനിലും കൂടെ ഒന്ന് കേറി നോക്കിയിട്ട് പോവാന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ സാരിയിൽ വന്നപ്പോ കഴിഞ്ഞ ഓണത്തിന് വാങ്ങിയ അത് കൂട്ടു സാരിന്റെ അതേ ഓഫറിൽ അതേ സാരി സെയിം പാറ്റേൺ, ഒരു മാറ്റം തോന്നില്ല ട്ടോ. അങ്ങനെ അന്ന് വാങ്ങിയ സാരി അതുപോലെ കവർന്ന് പോലും അയക്കാതെ അവിടെ ഇരിക്കണോണ്ട് ഇനി അതിന്റെ കൂടെ കമ്പനിക്ക് ഒരു സാരി കൂടി കൊണ്ട് വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മള് വീണ്ടും ബ്ലൗസ് അങ്ങ് തൂക്കിട്ട് നമുക്കൊന്ന് പോയി ബ്ലൗസിന്റെ അടുത്തൊക്കെ ഒന്ന് എത്തി നോക്കാം. ബ്ലൗസിന്റെ അടുത്ത് എത്തി പിന്നെ പൊന്നു ചങ്ങായിമാരാകുമ്പോ വർക്കും കാര്യങ്ങളും കണ്ടത് ആകെ ഞെട്ടിപ്പോയി. ഇത്രയും ഓവർ വർക്കും കാര്യങ്ങളൊക്കെ ട്ടാ. അപ്പൊ ഗൈസ് നമ്മൾ ഇവിടുന്ന് സാധനം വാങ്ങി മതിയാക്കി ഗൈസ്. ഓക്കെ ബൈ ടാറ്റാ.